നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികളെ ത്രില്ലർ സിനിമയുടെ പുതിയ അനുഭവതലത്തിലേക്ക് കൊണ്ടുപോയ ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. മറ്റു ഭാഷകളിലേക്ക് ഇത്രയധികം തവണ റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രം മലയാളത്തിൽ വേറെയില്ല. അതിനാൽ തന്നെ ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിൻ്റെതായി പ്രഖ്യാപിച്ചിട്ടുള്ള ദൃശ്യം 3 മറുഭാഷാ പ്രേക്ഷകരിലും ഏറെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ദൃശ്യത്തിന്റെ ഇന്ത്യൻ റീമേക്കുകളിൽ ഏറ്റവും അധികം തിയേറ്റർ കളക്ഷൻ നേടിയത് അജയ് ദേവ്ഗണിന്റെ ഹിന്ദി ഫ്രാഞ്ചൈസിയാണ്. ദൃശ്യം 2വിലും അജയ് ദേവ്ഗൺ നായകനായി തിയേറ്ററുകളിൽ എത്തുകയും വലിയ വിജയം നേടുകയും ചെയ്തിരുന്നു. മോഹൻലാലിന്റെ ദൃശ്യം 3 ബഹുഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായിട്ടായിരിക്കും എത്തുകയെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ അജയ് ദേവ്ഗണിന്റെ ഹിന്ദി ദൃശ്യം 3യുടെ പ്രസക്തി എന്താവുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഹിന്ദി ദൃശ്യം 3 ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്ത വിവരങ്ങളിൽ ദൃശ്യം 3ന്റെ കാര്യവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദൃശ്യം 3 സജീവ നിർമ്മാണത്തിൽ ആണെന്നും അഭിഷേക് പഥക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അജയ് ദേവ്ഗൺ ആയിരിക്കും നായകനെന്നും നിർമ്മാണ കമ്പനി നൽകിയ വിവരത്തിൽ വ്യക്തമായി തന്നെയുണ്ട്. 2022 പുറത്തിറങ്ങിയ ദൃശ്യം 2 ഹിന്ദി റീമേക്കിന്റെ സംവിധാനം അഭിഷേക് പഥക് തന്നെയായിരുന്നു. ഈ അടുത്തിടെയാണ് മോഹൻലാലും ജിത്തു ജോസഫും അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ ദൃശ്യം 3 ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്.